ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്യൂട്ടി സിറ്റി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ സ്കൂളിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങാണ്ട് അതിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് അഴക് ബ്യൂട്ടി പാർലറിലാണ്. കുറേ ദിവസമായി ഒരു ഹെയർ കട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിനിപ്പോഴാട്ടോ പോണേ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നല്ല സ്ഥലമാണ്, നല്ല സ്പേസൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മുടിയൊക്കെ വെട്ടാറുള്ളത്. അങ്ങനെ ഗായ്സ് മുടിയൊക്കെ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇച്ചുവിന് അവിടെ ബോറടിച്ചോണ്ടാണ് അവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്തിട്ട് വീഡിയോ ഫോട്ടോ എന്തൊക്കെയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഇപ്പം മുടി ഉണക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോണിൽ ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഓനോട് ചിരിക്കാൻ പറഞ്ഞതാണ്, അതാണ് അങ്ങനെയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ അമ്മേൻ്റെ മുടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമ്മേൻ്റെ മുത്തൊക്കെയാണ് ചിരിക്കുന്നത്. വെറുതെ ഒരു കാര്യമില്ലാതെ ഓരോരോ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അങ്ങനെ ഗായ്സ് നേരത്തെ തുടങ്ങിയ പരിപാടിയാണ്, ഇതുവരെ തീർന്നില്ല. ഞങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ടാണ് ഹെയർ വാഷ് ചെയ്തതിന്. അപ്പോൾ അതാണ് ഇതുവരെ ഉണക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ തീർന്നില്ല. അത് കുറേ നേരത്തിന് ശേഷം ഫൈനലി തീർന്നുണ്ട്. നല്ല രസത്തിലാണ് ഒരു കട്ട് ചെയ്തത്. എനിക്കിഷ്ടമായി, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ഗായ്സ് നിങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ ഷോയാണ്. മുടി വെട്ടിയിലുള്ള ഷോ. ഞാൻ മുടിയൊക്കെ കൂടി മറ്റേ തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ടൊക്കെ അതിൻ്റെ ഭംഗി കാണിച്ചു. അങ്ങനെ ഗായ്സ് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിനായി നമ്മൾ എത്തിയിരിക്കുന്നത് SM സ്ട്രീറ്റിലാണ്. ഇവിടെ ഓൾമോസ്റ്റ് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, എന്നാലും അത്ര തിരക്കൊന്നുമില്ല. അങ്ങനെ ഗായ്സ് ഫസ്റ്റായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ചെരുപ്പ് വാങ്ങാനാണ്. എനിക്ക് ചെരുപ്പില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെരുപ്പ് വാങ്ങാൻ എത്തിയിട്ടില്ല. കുറേ ചെരുപ്പ് ഞാൻ ഇട്ട് നോക്കി, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഗൈസിൻ്റെ മുഖത്ത് കാണുന്നത്. എന്താ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഭാവമാണത്. അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് ഇടണം ഇത് ഇടണം, പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടുത്തെ ഒരു ചെരുപ്പൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. നെക്സ്റ്റ് നമ്മൾ ബാഗ് നോക്കാൻ വിചാരിച്ചു ബാഗ് കടയിൽ വന്നതാണ്. ഇവിടെ കുറേ കളക്ഷൻസ് ഓഫ് ബാഗ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ബാഗുകളൊക്കെ കാണാൻ. കിച്ചു ആണെങ്കിൽ അവിടെ ഒരു ബാഗിൽ പിടിച്ചിരിക്കുകയാണ്. അതാണെങ്കിൽ ട്രോളി എന്ത് കൊണ്ടുവന്നതാക്കും. ഓനത് നല്ല ഇഷ്ടമായിന്. അത് കഴിഞ്ഞ പ്രാവശ്യം ഓന് സ്പൈഡർമാൻ്റെ ബാഗ് ചെയ്യുന്നേ. ഈ പ്രാവശ്യം ഓന് അത് വേണമെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ വാങ്ങിക്കൊടുത്തില്ല. കാരണം നല്ല വിലയാണ്. അത് ട്രോളി പോലത്തെ ബാഗൊക്കെ ആയതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ വാങ്ങിക്കൊടുത്തില്ല. നെക്സ്റ്റ് നമ്മൾ എനിക്ക് ബാഗ് വെക്കാൻ വന്നതാണ്. എനിക്കാണെങ്കിൽ ഇവിടെ നല്ല കുറേ ബാഗൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അമ്മ പറഞ്ഞത് മതിയെന്നൊക്കെ, പക്ഷെ ഞാനൊന്നും സമ്മതിച്ചില്ല. കുറേ ബാഗുണ്ട് കഴിച്ചു, എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കുറേ ബാഗുകൾ നോക്കിയ ശേഷം ഫൈനലി എനിക്കൊരു ബാഗ് ഇഷ്ടമായി. ഇതാണെങ്കിൽ നല്ല സ്പേസും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഒരു സാധനമുണ്ട്. എന്തെന്നൊക്കെ മനസ്സിലായില്ല, എന്തൊക്കെ ഒരു സാധനമുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തത് ചെരുപ്പ് കടയിലാണ് കയറിയത്. അവിടുത്തെ ചെരുപ്പൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ ഈ കടയിൽ കയറി. ഇവിടെ നമ്മൾ കുറേ ഇട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഇട്ടോക്കി ഫൈനലി ഞാൻ ചിലതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെരുപ്പ് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അടുത്തത് നമ്മൾ കിച്ചു ഫ്രൂട്ടി കുടിച്ചിട്ട് ഞാനും ഫ്രൂട്ടൊന്നും കുടിക്കാതെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഗായ്സ് ഇപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് സൈന മാർക്കറ്റിലാണ്. ഇവിടെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങാനല്ല വന്നത്. ചെരുപ്പ് ഓൾറെഡി മറ്റേ കടയിൽ നിന്ന് വാങ്ങി. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് വന്നതാണ്. അമ്മ അവിടെ ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, ചെരുപ്പൊന്നും വാങ്ങി. ഇവിടെ കുറേ ബോക്സ് കളക്ഷൻ ഉണ്ട്. കിച്ചുവിന് ബോക്സ് വാങ്ങാൻ വിചാരിച്ചത്. എനിക്ക് പക്ഷേ പൗച്ച് ഞാൻ ബോക്സ് വാങ്ങിയില്ല. അവിടെ കുറേ ബോക്സ് ഉണ്ട് ഗായ്സ്. ഇവിടെ അവിടെ ഓരോരോ ബോക്സ് കാണിച്ചെടുക്കുന്നു. അങ്ങനെ ബോക്സ് തപ്പുകയാണ്. അമ്മ അവിടെ ഒരു ബോക്സ് കാണിച്ചെടുക്കുന്നുണ്ട്, ഓനത് കാണിക്കുന്നുണ്ട്. ഇനി അതെടുത്തിട്ട് അതൊന്നും ഓൻ സെലക്ട് ചെയ്യാണ്, ഏത് ബോക്സ് വേണം. അങ്ങനെ ഓനൊരു ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ള ലൈറ്റൊക്കെ ഉള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ കമ്മൽ വെറുതെ നോക്കുകയെന്ന് വെച്ചാൽ കമ്മലൊന്നും വാങ്ങിയില്ല. അവിടെ നല്ല കമ്മൽ കളക്ഷനൊക്കെ ഉണ്ട്. വെറുതെ നോക്കുകയാണ്, പക്ഷേ വാങ്ങിയിട്ടൊന്നുമില്ല. കുറേ തപ്പുന്നുണ്ട്. നല്ല ഭംഗിയിൽ കണ്ണാടിക്കുള്ള കമ്മലാണ്, നല്ല രസമുണ്ട് കാണാൻ, പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇവിടെ കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ട്, നല്ല വിലക്കുറവിലാണ്. ഞാൻ കുറേ ക്രാപ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറേ സാധനം നോക്കുന്നുണ്ട്, പക്ഷെ അത് വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ മേക്കപ്പ് സാധനവും അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ സ്റ്റെപ്പ് കയറി പോവാട്ടോ പൗച്ച് വാങ്ങാൻ. ഓന് ബോക്സ് വാങ്ങിയോണ്ട് ഓന് വാങ്ങിയില്ല. എനിക്ക് അവിടെ പൗച്ച് നോക്കിക്കൊണ്ട് കുറേ പൗച്ചുണ്ട്, നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. അത് ഞാൻ ഓരോ പൗച്ച് എടുക്കുമ്പോൾ അത് ഫുള്ള് കാർട്ടൂൺ, അത് ഞാൻ അവിടെ
വാട്ടർ ബോട്ടിൽ ടപ്പാണ്. എനിക്ക് പുതിയ വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാട്ടർ ബോട്ടിൽ ടപ്പാണ്. ഇവിടെ നല്ല വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ വലിയ കുപ്പി കൊണ്ടുപോയി ഞാൻ കുടിക്കില്ല. ലഞ്ച് ബോക്സ് ഉണ്ട് കേട്ടോ, പക്ഷേ ലഞ്ച് ബോക്സ് ഞാൻ വാങ്ങിയില്ല, എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ വാട്ടർ ബോട്ടിൽ ഞങ്ങൾ സെലക്ട് ചെയ്തു. വീണ്ടും ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ വന്നതാണ്. മറ്റേ കടയിൽ ഞാൻ പുറത്ത് പോകുമ്പോഴാണ് ചെരുപ്പ് വാങ്ങി, ഇവിടെ നിന്ന് സ്കൂളിൽ പോകുമ്പോഴാണ് ചെരുപ്പ് വാങ്ങാണ്. ഇവിടെ എന്താ കുറേ ചെരുപ്പൊക്കെ ഉണ്ട്, നല്ല രസമുള്ള ചെരുപ്പാട്ടോ. അങ്ങനെ അമ്മ ഓരോന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ഇട്ട് വെക്കുകയാണ്. അങ്ങനെ ഓരോ ചെരുപ്പൊക്കെ കാണിച്ചു തരികയാണ്. പിന്നെ എന്താ കിച്ചുവിന് സ്കൂളിൽ പോകുമ്പോഴുള്ള ബ്ലാക്കുള്ള ചെരുപ്പിനെ വേണം. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അത് ഇടാൻ വേണ്ടി വാങ്ങുകയാണ്. ഓനതാ നല്ല രസമായിട്ടുണ്ട്, എടുത്തിട്ടോ. പിന്നെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഉള്ള ചെരുപ്പാട്ടോ അത്, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഇവിടെ ഞങ്ങൾ വെറുതെ വന്നതാണ്, പക്ഷേ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കുറച്ച് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല കമ്മലാട്ടോ. അവിടെ നിന്നും ഞങ്ങൾ കമ്മൽ വാങ്ങിയില്ല, പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വന്നിരിക്കുന്നത് സൺഡേ മാളിലാണ്. ഓനതാ ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. കുറേ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് ഓന്, പക്ഷെ എന്നാലും ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല തിരക്കാട്ടോ, പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അമ്മ അതാ അവിടെ ആ കൂളിംഗ് ഗ്ലാസിൻ്റെ പൈസ അടച്ചുകൊടുക്കുകയാണ്. അപ്പുറത്തേക്ക് ഞങ്ങൾ പോയില്ല, കാരണം നല്ല തിരക്കായതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. ഇനി ഇവിടെ നിന്ന് ഇതാ നേരത്തെ വാങ്ങിയ സാധനങ്ങളാട്ടോ എൻ്റെ കയ്യിലുള്ള. ഇവിടെ നിന്ന് ഇതാ എനിക്കൊരു ടോപ്പ് വാങ്ങിയത്. അങ്ങനെ SM സ്ട്രീറ്റിലൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ അവിടെ തന്നെ അടുത്തുള്ളൊരു ഹോട്ടലിൽ വന്നതാണ്. ഇവിടെ ഇതാ ഫസ്റ്റിൻ്റെ ദേഷ്യത്തിലാണ് ഒരു പൊറോട്ട വേണ്ട, ബിരിയാണി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പൊറോട്ട ഇട്ട് വാങ്ങിയത്. ഓൻ്റെ ദേഷ്യമാണ് കഴിച്ചത്. അമ്മേനോട് ചീത്ത പറഞ്ഞുകൊടുക്കുകയാണ്. അമ്മേനെ ഇരിക്കുന്നു കുത്തുന്നൊക്കെ ഉണ്ട്. അതാണ് ഓൻ്റെ ദേഷ്യം. ഓൻ ദേഷ്യം വിളിച്ച് അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുകയാണ്. ഫുഡ് കഴിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത്രയും ദേഷ്യത്തിലാട്ടോ, അവിടെ നല്ല ദേഷ്യമുണ്ട്. ഇതാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ, പൊറോട്ടയും പിന്നെ ചിക്കനൊക്കെയാണ്. ഓൻ കഴിക്കൂലെന്ന് പറഞ്ഞിട്ട് കുറേ തിന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൻ്റെ ദേഷ്യമൊക്കെ മാറി ഇപ്പോൾ സന്തോഷത്തിലാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ